ഹായ് ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്നിവിടെ എത്തിയിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ്. എല്ലാ അമ്മമാർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് എന്ത് സ്നാക്ക് ഉണ്ടാക്കും എന്നുള്ളത്. എല്ലാവരുടെ വീട്ടിലും കുട്ടികൾ കാണും, വലിയവർ കാണും, അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് കാണും, ഡയറ്റ് നോക്കുന്നവർ കാണും. അപ്പം ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ഒരു സ്നാക്ക് റെഡിയാക്കുക എന്ന് പറയുന്നത് ഈസിയല്ല. അപ്പോൾ ഇന്ന് ഞാനിവിടെ എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തയ്യാറാക്കാൻ വേണ്ടത് കടലയാണ്. ഞാനിവിടെ ബ്ലാക്ക് ചാനയാണ് എടുത്തിട്ടുള്ളത്. ഇത് 250 ml കപ്പിന് 1 കപ്പ് എടുത്തിട്ട് 8 മണിക്കൂർ നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ച ശേഷം കുക്കറിൽ ഒരു 5 to 6 വിസിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ നന്നായിട്ട് വേവണം, എന്നെങ്കിലേ നമുക്കിത് കഴിക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു മസാലയാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല, ഇത്രയും കൂടി ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കാം. നമ്മൾ ഓയിലിലേക്ക് പെട്ടെന്ന് തന്നെ പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മസാല ആദ്യം തന്നെ ഇങ്ങനെയൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ വേണ്ടിയാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ എണ്ണയുടെ അളവ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കായം ഗ്യാസ്ട്രിക് പ്രോബ്ലം ഒഴിവാക്കുന്നതിനും ഡൈജഷനും വളരെ നല്ലതാണ്, അതുകൊണ്ടാണ് കായം ചേർക്കുന്നത്. ഇപ്പോൾ കായമൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഗ്യാസിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ആദ്യമേ വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഇഞ്ചിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇപ്പം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് മസാല ഒരുവിധം റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് ഈ മസാല കടലയിലെല്ലാം നന്നായി പിടിക്കുന്നത് വരെ ഒന്ന് മിക്സാക്കി എടുക്കണം. ഈ സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടി വെച്ച ശേഷം ഇതിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ്, അതായത് വാട്ടർ കണ്ടൻറ്റ് എല്ലാം വറ്റിച്ച് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഞാൻ ഈ കടല ഒരു വലിയ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. നമുക്ക് ചാറ്റ് മസാലയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് നന്നായിട്ട് ഇളക്കാൻ വേണ്ടിയിട്ടാണ് വലിയ ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ആണ് ചേർക്കാനുള്ളത്. അപ്പം ഞാൻ ആദ്യം 2 മീഡിയം സൈസ് സവാള കൊത്തിയരിഞ്ഞത് ചേർക്കുകയാണ്. കുറച്ച് ഞാൻ മാറ്റുന്നുണ്ട് ഗാർണിഷ് ചെയ്യുന്നതിനായിട്ട്. അടുത്തായിട്ട് ഞാൻ തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. അതിലും കുറച്ച് പോർഷൻ മാറ്റുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർക്കുകയാണ്. അടുത്തായിട്ട് പച്ചമുളകാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ 3 പച്ചമുളക് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ പകുതി മാത്രമേ ചേർക്കുന്നുള്ളൂ. എരിവൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് ഒരു പുളിപ്പ് ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി ലെമണിൻ്റെ കുറച്ച് ജ്യൂസ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ടേസ്റ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ മാത്രം എക്സ്ട്രാ ചേർത്താൽ മതിയാവും. പിന്നെ ഇതിൽ ചേർക്കുന്ന വെജിറ്റബിൾസിൻ്റെ അളവെന്ന് പറയുന്നത് വെജിറ്റബിൾസ് കൂടുതൽ ചേർത്തിട്ട് കടല കുറച്ച് ചേർക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ഇതിൽ ചേർക്കാം. കുക്കുംബർ ചേർക്കാം, ക്യാരറ്റ് ചേർക്കാം, അതുപോലെ തന്നെ പച്ചമാങ്ങ എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ചേർക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആണ് ചേർക്കുന്നത്, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇപ്പം ഉപ്പും പുളി എരിവും ഒക്കെ കറക്റ്റാണ്, അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ആയിട്ടൊന്നും ചേർക്കുന്നില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ചന ചാറ്റ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസിനും
കൊളസ്ട്രോളൊക്കെ ഉള്ളവർക്കും പിന്നെ ഡയറ്റ് നോക്കുന്നവർക്കും എല്ലാം പറ്റിയൊരു സ്നാക്കാണ്. നമ്മൾ ഉച്ചയ്ക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ കടല മാത്രം വേവിച്ച് വെക്കുകയാണെങ്കിൽ ഈവനിങ്ങിൽ പെട്ടെന്ന് തന്നെ ഈ സ്നാക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും. അതുപോലെ പിക്നിക്കിനൊക്കെ പോകുമ്പോഴും നമുക്കിത് തയ്യാറാക്കി ബോക്സിലിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. പിന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടാനും മടിക്കരുത്. ഞാൻ മറ്റ് കടല റെസിപ്പികളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ കാണാത്തവരതൊന്ന് പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.